പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം പ്രഭാഷകൻ 28:17 ചാട്ടകൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്. നാവിൻ്റെ ദുരുപയോഗത്തെ പറ്റിയാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യൻ എല്ലാത്തരം വന്യജീവികളെയും ഇണക്കിയിട്ടുണ്ട്. എന്നാൽ മനുഷ്യൻ അവൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നില്ല. അതിനാൽ നാവ് പലപ്പോഴും തിന്മയും വിഷവുമായി മാറുന്നു. നാം നമ്മുടെ നാവ് കൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും പിതാവിനെ ആരാധിക്കുകയും എല്ലാം ചെയ്യുന്നു. എന്നാൽ അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ നിന്ദിക്കുകയും അപമാനിക്കുകയും ശപിക്കുകയും നാം ചെയ്യുന്നുണ്ട്. താൻ ദൈവഭക്തനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ഭക്തി വ്യർത്ഥമാണെന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാവ് നാം നിയന്ത്രിച്ചു മാത്രം ഉപയോഗിക്കണം. ഇന്ന് പരദൂഷണവും ഏഷണിയും കുറ്റം വിധിയും പരിഹാസവും ഒക്കെ നിത്യ ചടങ്ങായി മാറിയിരിക്കുന്നത് പോലെയാണ്. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവനാണെന്ന് തിരുവചനം പറയുന്നുണ്ട്. ഇതുമൂലം പല വ്യക്തികളും നിരാശയിലാഴുവാനും കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കുവാനും കാരണമാകുന്നുണ്ട്. നാവിൻ്റെ ദുരുപയോഗം മനുഷ്യനെ കൊല്ലുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് നാവ് വിഷമാണ് എന്ന് പറയുന്നത്. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിനത്തിൽ നാം കണക്ക് കൊടുക്കേണ്ടതായി വരും. ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നു, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ജെറമിയ 15:19 തിരുവചനമാണിത്. പ്രഭാഷകൻ 28:13 പറയുന്നുണ്ട്, പരദൂഷനും ഏഷണിക്കാരും ശപിക്കപ്പെട്ടവനാണ്. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. പ്രഭാഷകൻ 28:25 പറയുന്നു, വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക, വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. അപ്പോൾ നമ്മുടെ നാവിനെ നാം നിയന്ത്രിച്ചുകൊണ്ട് നല്ലത് പറയുവാനും മറ്റുള്ളവരുടെ നന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള സംസാരം സ്വീകരിക്കുവാനുമാണ് നാം ശ്രമിക്കേണ്ടത്. എഫേസസ് 4:29 നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. അല്ലെങ്കിൽ നാം നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നാം വേദനിപ്പിക്കുകയാകും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാനും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുവാനും നാം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.